ഹലോ ഓൾ, നമുക്കിന്ന് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ പ്രധാനപ്പെട്ട ചില ഇൻവെൻറ്റേഴ്സ് അവരുടെ ഇൻവെൻഷൻസ് എന്തൊക്കെയാണ്, കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കല്ല നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അതിനകത്തുനിന്നൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഫസ്റ്റ് മൗസാണ്. മൗസ് കണ്ടുപിടിച്ച ആൾ ഡഗ്ലസ് സി ഏഞ്ചൽബർട്ട് ആണ്. അപ്പം മൗസ് എന്ന് പറയുന്നതും ഡഗ്ലസ് എന്ന് പറയുമ്പോഴും ഒരു പ്രൊനൗൺസിയേഷൻ ആ ലാസ്റ്റിലേക്ക് വരുമ്പോൾ ഇസ് എന്നാണല്ലോ വരുന്നത്. മൗസ് ഗ്ലാസ്. അപ്പം മൗസ് ആരാ കണ്ടുപിടിച്ചത്? ഡഗ്ലസ് സി ഏഞ്ചൽബർട്ട്. ഗ്ലാസിൻ്റെ കൂടെ ഒരു ഏഞ്ചലും കൂടെ ഉണ്ട്. അപ്പം മൗസ് കണ്ടുപിടിച്ച ആളാണ് ഡഗ്ലസ് സി ഏഞ്ചൽബർട്ട്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് കീബോർഡ് കണ്ടുപിടിച്ചത് ആരാണ്? കീബോർഡും ഷൂ ആയിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? നമ്മൾ ആലോചിക്കുമ്പോൾ ഇല്ല, പക്ഷേ ഇവിടെ നമുക്കൊരു ബന്ധം ഉണ്ടാക്കാൻ പറ്റും. കീബോർഡും ഷൂസുമായിട്ടൊരു ബന്ധം. കാരണം കീബോർഡ് കണ്ടുപിടിച്ച ആളാണ് ക്രിസ്റ്റഫർ ഷൂൾസ്. ഷൂസ് അല്ല, ഷൂൾ വരുന്നുണ്ട്, ഒരു എല്ലും കൂടെ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഓർക്കാൻ എളുപ്പത്തിന് നമ്മൾ കീബോർഡ് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഷൂസ് ഓർത്തോണം. മനസ്സിൽ പിക്ചറൈസ് ചെയ്ത് നമ്മൾ എക്സാമിൻ്റെ സമയത്താണെങ്കിലും നമ്മൾ നല്ലതായിട്ട് ഓർത്തിരിക്കും. നമ്മൾ ആ ആൻസർ എക്സാക്റ്റ് വേർഡ് ഓർക്കുന്നില്ലെങ്കിലും നമുക്ക് ആ ഒരു പിക്ചർ വരും. ഇപ്പം നമ്മൾ മൗസ് ഓർക്കുമ്പോൾ എന്താ നമ്മുടെ മനസ്സിൽ വരുന്നത്? ഗ്ലാസ്. ഓക്കെ. അപ്പം നമ്മൾ ഷൂസാണ് ഇപ്പം പറയുന്നത്. ഷൂസ് എന്തിൻ്റെ ഇൻവെൻറ്ററാണ്? ഷൂസിൻ്റെ കാര്യം എന്തിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഓർക്കണ്ടേ? കീബോർഡിൻ്റെ കാര്യം. ഓക്കെ. പിന്നെ ഡിജിറ്റൽ കോമ്പാക്ട് ഡിസ്ക് അല്ലെങ്കിൽ CD എന്ന് മാത്രം ചോദിച്ചാലും ഇത് തന്നെയാണ് ആൻസർ. ജെയിംസ് ടി റസൽ. നമ്മൾ പണ്ടൊക്കെ, അതായത് 2000, 2003 അല്ലെങ്കിൽ ആ സമയമൊക്കെ നമുക്കൊരു ഗെയിമൊക്കെ കളിക്കണമെങ്കിൽ നമ്മൾ ഒരു CD വാങ്ങിക്കും, അല്ലെങ്കിൽ ഗെയിംസിൻ്റെ CD വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഇപ്പം നമുക്ക് ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പം വളരെ എളുപ്പമാണ്. അപ്പം പഴയ രീതിയിലുള്ള യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. നമുക്ക് ഡേറ്റ വേണമെന്നുള്ളതേ ഉള്ളൂ. അപ്പം ഈ ഡിജിറ്റൽ കോമ്പാക്ട് ഡിസ്ക് ആലോചിക്കുമ്പോൾ നമ്മൾ ഗെയിംസ് ഓർക്കണം. ഓക്കെ. ഗെയിംസ് ഓർക്കുമ്പോൾ നമുക്ക് ആരെ കിട്ടും? ജെയിംസിനെ കിട്ടും. അപ്പം ഡിജിറ്റൽ കോമ്പാക്ട് ഡിസ്കിൻ്റെ ഇൻവെൻറ്ററാണ് ജെയിംസ് ടി റസൽ. ആരാണ്? ജെയിംസ് ടി റസൽ. അപ്പോൾ CD ഓർക്കുമ്പോൾ നമ്മൾ ആരെ ഓർക്കും? ഗെയിംസ് ആരുടെ പേരിലുള്ളതാണ്? ജെയിംസിൻ്റെ പേരിൽ. നെക്സ്റ്റ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു മഹാ കണ്ടുപിടുത്തം തന്നെ അല്ലേ. അപ്പം ഈ ഡിജിറ്റൽ കമ്പ്യൂട്ടർ നമ്മൾ പെട്ടെന്ന് ആദ്യമൊക്കെ പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ ഒരു 2000 ആ സമയം അല്ലെങ്കിൽ അതിന് മുന്നുള്ള സമയം കമ്പ്യൂട്ടർ എന്ന് കേൾക്കുമ്പോൾ തന്നെ അയ്യോ കമ്പ്യൂട്ടറോ, എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഈ കമ്പ്യൂട്ടർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് വിചാരിക്കും അല്ലേ. അതുപോലെ നമ്മുടെ നാട്ടിലാണെങ്കിലും ഈ കമ്പ്യൂട്ടർ വന്ന സമയത്തൊക്കെ ഇതിനെതിരെ സമരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ മനുഷ്യരുടെ തൊഴിലില്ലായ്മ കൂട്ടും, അല്ലെങ്കിൽ മനുഷ്യരെ തൊഴിലില്ലാത്തവരാക്കി മാറ്റും. അതുകൊണ്ട് ഈ സാധനം ഇവിടെ നിന്ന് നിരോധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലത് പറ്റില്ല എന്ന രീതിയിലൊക്കെ ആൾക്കാർ സംസാരിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആലോചിക്കുമ്പോൾ അയ്യോ എങ്ങനെയാ ഈ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ചെയ്യുന്നത്, അല്ലെ എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിങ്? അപ്പോൾ നമ്മൾ ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്ന് ഓർക്കുമ്പോൾ എന്ത് ഓർത്തോണം? എങ്ങനെ? അപ്പോൾ നമുക്ക് ആളെ കിട്ടും. ഹോവാർഡ് ആൽക്കൻ ആണ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്. അപ്പം ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഓർക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയണം? ഹോവാർഡ് ആൽക്കൻ. ഓക്കെ. അടുത്തത് ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ്. അത് കണ്ടുപിടിച്ച ആളാണ് അലൻ ഷുഗർട്ട്. അപ്പോൾ ഫ്ലോപ്പി ഡിസ്ക് നമ്മൾ മനസ്സിൽ ആലോചിക്കുക. അതുകൊണ്ട് ഈ കാണുന്നതാണ് ഫ്ലോപ്പി ഡിസ്കിൻ്റെ പടം. അപ്പം ഫ്ലോപ്പി ഡിസ്കിൽ കുറച്ച് പഞ്ചസാര തരികൾ കിടക്കുന്നതായിട്ടൊന്ന് സങ്കല്പിച്ചേ. ഫ്ലോപ്പി ഡിസ്കിൻ്റെ മേലെ കുറച്ച് പഞ്ചസാര തരികൾ ഇങ്ങനെ ചിതറി കിടക്കുവാണ്. അപ്പോൾ ഫ്ലോപ്പി ഡിസ്കിനെ ഓർക്കുമ്പോൾ നിങ്ങൾ എന്ത് ഓർക്കണം? ഷുഗർ. അപ്പം അലൻ ഷുഗർട്ടാണ് നമ്മുടെ ഫ്ലോപ്പി ഡിസ്ക് കണ്ടുപിടിച്ചേക്കുന്നത്. ഓർത്തില്ലേ? ആരാണ്? അലൻ ഷുഗർട്ട്. ഫ്ലോപ്പി ഡിസ്ക്. പിന്നെ ലേസറും വെതറുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതായത് ഈ ലേസർ ടെക്നോളജിയും കാലാവസ്ഥയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. പക്ഷേ ഇവിടെ നമ്മൾക്ക് ഈ ക്വസ്റ്റ്യൻ പഠിക്കണമെങ്കിൽ കുറച്ച് ബന്ധം ഉണ്ടാക്കിയേ വെക്കൂ. അപ്പം ലേസറും വെതറും രണ്ടിനും ലാസ്റ്റ് ലെറ്റർ വരുന്നത് ER ആണ് അല്ലേ, വെതറാണ്. അപ്പം ലേസർ പ്രിൻറ്റിങ് ഓർക്കുമ്പം നിങ്ങൾ കാലാവസ്ഥേനെ ഓർക്കണം. അങ്ങനെ നമ്മൾ ഗ്യാരി സ്റ്റാർക്ക് വെതറിനെ ഓർക്കുമല്ലോ.
സിംപ്യൂട്ടർ എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് ഒരു സിമ്പിൾ കമ്പ്യൂട്ടർ എന്നാണ് പൊതുവേ അത് പറയുന്നത്. സിമ്പിൾ കമ്പ്യൂട്ടറാണ് സിംപ്യൂട്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ സിംപ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടറിൻ്റെ ഒരു ചെറിയ ഫോമാണ്, വളരെ സിമ്പിളാണ്. സിമ്പിൾ എന്തുകൊണ്ടാണ് അങ്ങനെ സിമ്പിളായത്? കാരണം ആൾക്ക് ഇച്ചിരി വിനയമൊക്കെ ഉണ്ട്, അതുകൊണ്ട് ആൾ വളരെ സിമ്പിളാണ്. അപ്പം നമുക്ക് കിട്ടിയല്ലോ സിംപ്യൂട്ടറും വിനയവുമായിട്ടുള്ള ബന്ധം എന്താണ്? ആരാണ് സിംപ്യൂട്ടർ ഇൻവെൻറ്റ് ചെയ്തത്? വിനയ് ദേശ് പാണ്ഡെയാണ് സിംപ്യൂട്ടർ ഇൻവെൻറ്റ് ചെയ്തത്. അപ്പോൾ സിംപ്യൂട്ടറും വിനയവും തമ്മിൽ ബന്ധമുണ്ടല്ലേ. ക്യാമറ ഫോൺ എന്ന് പറയുന്നത് പണ്ട് നമ്മൾ ഫോൺ എന്തിനായിരുന്നു? മൊബൈൽ ഫോൺ എന്തിനായിരുന്നു? സംസാരിക്കാൻ, ആരെങ്കിലും ഒന്ന് വിളിക്കുക, വളരെ കോമ്പാക്റ്റ് ആയിരിക്കണം. അപ്പം പണ്ടൊക്കെ ആദ്യ സമയത്തൊക്കെ ഈ ഫോൺ ചെറുതാകുന്നതനുസരിച്ച് വില കൂടുമായിരുന്നു. ഇപ്പം നേരെ തിരിച്ചാണ്. പക്ഷേ ഈ ഫോണിൽ ക്യാമറ എന്നുള്ളൊരു സിസ്റ്റം പിന്നീടായി. പിന്നെ ഇപ്പോൾ അതൊരു കോമൺ ആയി അല്ലേ, ഒരു കോമൺ യൂട്ടിലിറ്റി ആയിട്ട് മാറിയേക്കുക. അപ്പം ക്യാമറയ്ക്കകത്തോട്ട് നോക്കുമ്പോൾ നമ്മൾ എന്തുവാ കാണുന്നത്? എന്തൊക്കെയോ കാണുന്നുണ്ടല്ലേ. നമ്മൾ ക്യാമറയ്ക്കകത്തോട്ട് നോക്കുമ്പോൾ, നമ്മുടെ ആ ലെൻസിനകത്തോട്ട് നോക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയോ കാണുന്നുണ്ടല്ലേ. അപ്പോൾ കാണുന്നുണ്ടല്ലോ, അതാണ് ക്യാമറ ഫോൺ കണ്ടുപിടിച്ച ആളാണ് ഫിലിപ്പ് കാൺ, KAHN, കാൺ. ഓക്കെ, ക്യാമറ ഫോൺ കണ്ടുപിടിച്ചതാരാണ്? ഫിലിപ്പ് കാൺ. പിന്നെ കമ്പ്യൂട്ടർ ചെസ് ഗെയിം കണ്ടുപിടിച്ചതാരാണ്? അപ്പം നമ്മൾ കുറച്ച് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് ഒരു ചെസ്സൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജകുമാരനെ സങ്കല്പിക്കണം. എന്താണ്? കമ്പ്യൂട്ടർ ചെസ് ഓർക്കുമ്പം നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ ചെസ്സ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജകുമാരനെ ഓർക്കണം. അപ്പം നമുക്ക് കിട്ടിയല്ലോ സിട്രിക് ജി പ്രിൻസ്. നിങ്ങൾ ഓർക്കും എന്താ നാരങ്ങ വെള്ളത്തിൻ്റെ കാര്യം? ചിലരെങ്കിലും ആലോചിക്കും. അതിനൊരു കാര്യമുണ്ട്. നാരങ്ങ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് സിട്രിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പം സിട്രിക് ആസിഡ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പം കമ്പ്യൂട്ടർ ചെസ് ഓർക്കുമ്പം എന്ത് പറയണം? ആരാണ് അതിൻ്റെ ഇൻവെൻറ്റർ? സിട്രിക് ജി പ്രിൻസ് ആണ് ഇൻവെൻറ്റർ. അടുത്തത് പേജ് മേക്കർ എന്ന് വെച്ചാൽ പേജ് ഉണ്ടാക്കിയ ആൾ അല്ലേ. പേജ് മേക്കർ എന്ന് പറയുന്ന ഒരു യൂട്ടിലിറ്റി, അതിൻ്റെ ഇൻവെൻറ്റർ ആരാണ്? പേജൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ബ്രെയിൻ വേണം അല്ലേ, കുറച്ച് നല്ല ബ്രെയിൻ വേണം. അപ്പം നമ്മുടെ ആളിനും ആ ബ്രെയിൻ ഉള്ള ആളാണ്. സോ ഹീസ് പോൾ ബ്രെയ്നാർഡ്. പേജ് മേക്കർ ഇൻവെൻറ്റ് ചെയ്തത് ആരാണ്? പോൾ ബ്രെയ്നാർഡ്. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.